നമസ്കാരം. ശ്രീ മഹാഭാരതത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായ അതിൻ്റെ കഥാവസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മഹാഭാരതത്തിൻ്റെ ചരിത്രവും അതിൻ്റെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലവും വിശദീകരിക്കണമെന്ന് നിരവധി സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഏകദേശം മഹാഭാരതം പോലെ തന്നെ വിസ്തൃതമായിട്ടുള്ള ഒരു മഹാചരിത്രം, ഒരു മഹത് ഗ്രന്ഥത്തിൻ്റെ അതിവിശാലമായ ചരിത്രത്തിൻ്റെ ചില ഏടുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ മഹാഭാരത കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾക്ക് അല്പം ഒരു വിരസത ഉണ്ടാക്കുമെങ്കിലും അത് ഗവേഷണ ബുദ്ധിയുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹസത്തിന് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാലം എന്നായിരുന്നു, അതുപോലെ ആ കാലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ചില രേഖകളും, അതുപോലെ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ചില കണ്ടെത്തലുകളും വിശദീകരിച്ചു. അത് ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1500-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള നിരവധി ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ വാക്യങ്ങളെ ഇവിടെ ഉദ്ധരിച്ചു. ശ്രീ വരാഹമിഹിരൻ, ആര്യഭട്ടൻ, ബ്രഹ്മഗുപ്തൻ, ദല്ലാചാര്യൻ, വടേശ്വരൻ, ബ്രഹ്മഗുപ്തൻ, ഇങ്ങനെ നിരവധി ആളുകൾ മഹാഭാരത കാലത്തെക്കുറിച്ചും മഹാഭാരതത്തിൻ്റെ നായകനായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള യുധിഷ്ഠിരരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമാണ് അവരുടെ ജ്യോതിശാസ്ത്ര പദ്ധതികൾ അവർ ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരുന്നത് എന്ന് കണ്ടു. ഈ ശാസ്ത്രജ്ഞന്മാർക്ക് പ്രത്യേകിച്ചൊരു സ്വാർത്ഥമായ ചിന്തകൾ ഇല്ലായിരുന്നു. ജ്യോതിശാസ്ത്രത്തിൻ്റെ ഗവേഷണം സത്യസന്ധമായിട്ട് ജനങ്ങളിലെത്തിക്കുക, കൃത്യമായ കാലഗണന ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. സങ്കുചിതമായ എന്തെങ്കിലും മതപരമോ രാഷ്ട്രീയമോ സാമുദായികമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാർത്ഥ ലാഭം, ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇത്തരം ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ടാകും എന്ന് കരുതാൻ യാതൊരു നിർവാഹവുമില്ല. ഇന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ രീതിയിലുള്ള ചിന്താഗതികൾ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ രീതിയിലാണ് ഇവരൊക്കെ തന്നെ അവരുടെ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. അവരുടെ കണ്ടെത്തലുകളിൽ അവർ മഹാഭാരതവും അതുപോലെ പാണ്ഡവന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മുടെ വിഷയവുമായിട്ട് അവയ്ക്കുള്ള ബന്ധം. അതുപോലെ ചരിത്രകാരന്മാർ, നിരവധി പുരാവസ്തു ഗവേഷകന്മാർ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പലതിൻ്റെയും ഉത്തരങ്ങൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം അവർ കണ്ടെത്തിയ ശിലാലിഖിതങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങളിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ അവരെ ഇരുത്തി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവർ അവയുടെ ഉത്തരത്തിന് പുറകെ പോകാതെ മിക്കവാറും പല ചരിത്ര പ്രമാണങ്ങളെയും അവർ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ഒന്ന് വിചാരം ചെയ്യുന്നത് നന്നായിരിക്കും. കർണാടക സംസ്ഥാനത്തിൽ കുസ്തകോടി കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പുരാവസ്തു കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഗവേഷണം വഴി കണ്ടെത്തിയ കോപ്പർ പ്ലേറ്റ്, അതായത് ചെമ്പ് തകിടുകളിൽ എഴുതി വെച്ചതായിട്ട് കണ്ടു. ത്രിംശോത്തര പഞ്ചശതേഷു ശകവർഷേഷു അതീതേഷു വിജയരാജ്യ സംവത്സരേ ഷോഡശവർഷേ പ്രവർത്തമാനെ എന്നൊക്കെ തുടങ്ങുന്ന സംസ്കൃത ഭാഷയിൽ എഴുതിയ വാക്യമാണ്. പണ്ടുകാലത്ത് രാജാക്കന്മാർ ഗ്രഹണ സമയങ്ങളിൽ ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. ഇന്നും അത് പതിവുണ്ട്. ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാവരും ചെയ്യാറുണ്ട്.
സൂര്യഗ്രഹണ സമയത്ത് ദാനം ചെയ്യുക, സ്വർണം ദാനം ചെയ്യുക, അല്ലെങ്കിൽ ചെമ്പ് ദാനം ചെയ്യുക, അല്ലെങ്കിൽ ചെമ്പ് തകിട് അതിൽ ചില കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചില നിരവധി ചടങ്ങുകൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വന്നതായിരിക്കാം ഈ ചെമ്പ് തകിടിൽ ഇതിൻ്റെ കാലം കൂടി എഴുതി വച്ചിട്ടുണ്ട്. ഈ സൂര്യഗ്രഹണം എപ്പോഴാണ് നടന്നത് എന്ന കാര്യം കൃത്യമായിട്ട് അവയിൽ എഴുതി വെച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ത്രിംശോത്തര പഞ്ചശതേഷു ശകവർഷേഷു അതീതേഷു എന്ന് പറഞ്ഞിരിക്കുന്നത്. ത്രിംശോത്തര പഞ്ചശതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 530. ശകവർഷം 530 കഴിഞ്ഞ സന്ദർഭത്തിൽ ഇന്ന് രാജ്യത്ത് വൈശാഖ ജ്യേഷ്ഠമാസ മധ്യമാമാവാസ്യായാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജ്യേഷ്ഠമാസത്തിൻ്റെയും വൈശാഖ മാസത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന അമാവാസ്യയിൽ, അതായത് കർത്തവാവിൽ, ഭാസ്കരദിനെ രോഹിണ്യർക്ഷേ മധ്യാഹ്നകാലേ വൃഷഭരാശൗ സൂര്യഗ്രഹണം സർവഗ്രാസി എന്നൊക്കെയാണ് അതിൽ കാണുന്നത്. അതായത് ഭാസ്കര ദിനം എന്ന് വെച്ചാൽ ഞായറാഴ്ച രോഹിണി നക്ഷത്രത്തിൽ ഉച്ച സമയത്ത് സമ്പൂർണ്ണമായ സൂര്യഗ്രഹണം ഉണ്ടായി എന്നാണ് ആ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ ദിവസം വെച്ച് നോക്കുമ്പോൾ, അതായത് ശകവർഷം 530 എന്ന ആ വർഷം വെച്ച് നോക്കുമ്പോൾ, സാധാരണയായിട്ട് നമ്മുടെ ചരിത്രകാരന്മാർ ശകവർഷ കണക്കാക്കി വന്നിട്ടുള്ളത് AD 78 ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു ശകവർഷവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത്തരം ശിലാലേഖങ്ങളും അതുപോലെ ചെമ്പ് തകിടുകളും ഒക്കെ തന്നെ അവർ വായിച്ചു നോക്കിയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 530 ശകവർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 78 കൂടി കൂട്ടുന്ന സമയത്ത് അത് 608 AD എന്നുള്ള വർഷമാണ് കിട്ടുക. അപ്പോൾ ഈ ചെമ്പ് തകിടിൽ പറഞ്ഞതനുസരിച്ച് 608 AD അങ്ങനെയൊരു സൂര്യഗ്രഹണം നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് പിന്നീട് ചെയ്യേണ്ടത്. അത് ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് അമേരിക്കയുടെ വാനനിരീക്ഷണ കേന്ദ്രമായിട്ടുള്ള നാസ എന്ന് പറയുന്ന വളരെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനുള്ള അവരുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രഹണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. പലരും അത് പരിശോധിച്ചിട്ട് പറഞ്ഞു അങ്ങനെയൊരു ഗ്രഹണം നടന്നിട്ടില്ല, അതുകൊണ്ട് ഈ ചെമ്പ് തകിടുകൾ നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു തെളിവ് നൽകുന്നില്ല എന്ന് പറഞ്ഞ് അവ മാറ്റിവെച്ചു. ഈ ഒരു തെളിവ് മാത്രമല്ല ഇങ്ങനെ മാറ്റിവെച്ചിട്ടുള്ളത്, ഇങ്ങനെ നിരവധി പല സ്ഥലങ്ങളിൽ നിന്നും കുഴിച്ചെടുത്ത ശിലാലിഖിതങ്ങളും ചെമ്പ് തകിടുകളും ഒക്കെ തന്നെ ഇത് ചരിത്രപരമായ വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിന് കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഗ്രഹണങ്ങളൊന്നും തന്നെ ആ സമയത്ത് നടന്നിട്ടില്ല എന്നുള്ള കണ്ടെത്തലുകളായിരുന്നു. എന്നാൽ ചിലതൊക്കെ നടന്നിട്ടുമുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആധുനിക കാലത്തുള്ള ഒരു ഗവേഷകൻ, വളരെ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സിവിൽ സർവീസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നമ്മുടെ ഭാരതത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യരക്ഷാ വിഭാഗത്തിൽ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വേദ്വീർ ആര്യ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഒരു സ്കോളറായിട്ടുള്ള ആൾ. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ഗവേഷണം ചെയ്തു. നാസയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചരിത്രകാരന്മാർ മാറ്റിവെച്ചിട്ടുള്ള ഇത്തരം ഈ ഗ്രഹണങ്ങളുടെ ഈ കുറിപ്പടികളൊക്കെ തന്നെ അദ്ദേഹം പരിശോധിച്ച് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിശ്ചിത കാലയളവ് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേ കുർത്തക്കോടി കോപ്പർ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കണ്ടെത്തിയത്, അദ്ദേഹം ചെയ്തത് BC 1500 മുതൽ AD 1500 വരെയുള്ള 3000 വർഷക്കാലത്തെ ഗ്രഹണങ്ങളെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. സോഫ്റ്റ്വെയറിൽ പെട്ടെന്ന് ഈ തീയതികൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഗ്രഹണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് കറുത്തവാവിൻ ദിവസമാണെങ്കിൽ അന്ന് സൂര്യഗ്രഹണവും, വെളുത്തവാവിൻ ദിവസമാണെങ്കിൽ ചന്ദ്രഗ്രഹണവുമാണ് ഉണ്ടാവുക. ഇത്തരം ഗ്രഹണങ്ങൾ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത്രയും വർഷത്തെ 3000 വർഷത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു സാഹസം തന്നെയാണ്. പക്ഷെ അദ്ദേഹം അത് ചെയ്തു നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കുർത്തക്കോടി ചെമ്പ് തകിടുകളിൽ പറയുന്ന സൂര്യഗ്രഹണം നടന്ന കാലം
അത് BC 53 ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അന്ന് രോഹിണി നക്ഷത്രത്തിലാണ്, ഞായറാഴ്ചയാണ്, ഏകദേശം ഉച്ചയോടെ അടുത്താണ് ഈ സൂര്യഗ്രഹണം നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ BC 53 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശകവർഷം 530 കഴിഞ്ഞ സമയമാണെങ്കിൽ ഈ 530നോട് 53 BC 53 എന്ന സംഖ്യ കൂടി കൂട്ടുന്ന സമയത്ത് 583 BC എന്ന സംഖ്യ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ഒരു വർഷം ലഭിച്ചു. അതായത് ശകവർഷം 580 BCയിൽ ആരംഭിച്ചു എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു കാലഗണനയാണ് അദ്ദേഹം ചെയ്തത്. ഈ രീതിയിൽ BC 583 ശകവർഷം ആരംഭിച്ചു എന്ന് കരുതുന്ന സമയത്ത് ഇത്തരം നിരവധി ഉപേക്ഷിക്കപ്പെട്ട ചരിത്രരേഖകൾ കൂടി അതിൻ്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ആശ്ചര്യകരമായിട്ടുള്ള സത്യം. അപ്പോൾ ചരിത്രകാരന്മാർ 78 AD ഒരു ശകവർഷം ആരംഭിച്ചു. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പല ചരിത്ര സംഭവങ്ങളെയും അവർ വിലയിരുത്തിയിട്ടുള്ളതും അവർ ചില പ്രഖ്യാപനങ്ങൾ, ചില കണ്ടെത്തലുകളും ചില ഉറപ്പിക്കലുകളും ഒക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതേ വർഷത്തിന് 661 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റൊരു ശകവർഷം ആരംഭിച്ചിട്ടുണ്ട്. അത് ശകരാജാവ് രാജ്യാഭിഷേകം ചെയ്യപ്പെട്ട വർഷമായിരുന്നു എന്നും 78 AD ആരംഭിച്ച ശകവർഷം ആ ശകവംശത്തിൻ്റെ അന്ത്യം കുറിച്ച കാലമായിരുന്നു എന്നും ഇത്തരം ശിലാലിഖിതങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശകരാജാവിൻ്റെ അഭിഷേക സമയത്തുള്ള ശകവർഷമെന്നും ശകാന്ത്യ അല്ലെങ്കിൽ ശകാതീത സംവത്സരെ എന്നൊക്കെ പ്രത്യേകം തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ തെളിവുകളെ ഈ രണ്ട് തരത്തിൽ വേർതിരിച്ച് കാണുന്ന സമയത്ത് ആണ് ചരിത്രത്തിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ മറന്നേക്കി പുറത്ത് വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുപോലെ കർണാടകയിലെ ഷിമോഗയിൽ ഉള്ള ശിലാലിഖിതം ചൈത്ര പ്രതിപദയിൽ ഒരു വലയ സൂര്യഗ്രഹണം അത് ശകവർഷം 861 നടന്നത് എന്ന് കാണിക്കുന്നു. അതും ഇതുപോലെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ശക ആരംഭം 583 BC നടന്നത് എന്ന കണക്ക് കൂട്ടൽ ഈ ഗ്രഹണം കണ്ടെത്താൻ ശ്രമിച്ച സമയത്ത് 278 AD അതായത് 861 ശകവർഷം എന്ന് കാണിച്ച 861 നിന്നും 583 BC ആയതുകൊണ്ട് ഇതിൽ നിന്ന് കുറക്കുകയാണ് ചെയ്യേണ്ടത് ആ കാലം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടുന്നത് 273 AD എന്ന് കിട്ടുന്നു. ആ 273 AD ചൈത്ര പ്രതിപദയിൽ ഒരു വലയ സൂര്യഗ്രഹണം നടന്നിട്ടുണ്ട് എന്ന് നാസ വഴി അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ നിരവധി കാര്യം ഇത്തരം ഈ ഗണിതക്രിയ ചെയ്തു നോക്കിയ സമയത്ത് ഗ്രഹണങ്ങളുടെ വിലയിരുത്തൽ നടന്ന സമയത്ത് 583 BC ആണ് അവയിൽ പറയുന്ന ശകവർഷ ആരംഭം എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ഇതെന്താണ് കാണിക്കുന്നത്? ചരിത്രകാരന്മാർക്ക് വലിയ ഒരു അബദ്ധം പണിഞ്ഞിട്ടുണ്ട്. അവർ ഒരിക്കലും തിരുത്താൻ കൂട്ടാക്കാതിരുന്ന ഒരു വലിയ മണ്ടത്തരം, ചരിത്രപരമായ മണ്ടത്തരം അവർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പല അത്യത്ഭുതകരമായിട്ട് കണ്ടെത്തലുകളും അതിമനോഹരമായ നിരവധി സാഹിത്യ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെ അത് ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ടതല്ല, ക്രിസ്തുവിന് ശേഷം എഴുതപ്പെട്ടതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത കൊണ്ടോ മറ്റോ ചരിത്രകാരന്മാർ അങ്ങനെയൊരു പ്രമാദം, പ്രത്യേകിച്ച് പാശ്ചാത്യരായ ചരിത്രകാരന്മാർ ഈ പ്രമാദം വരുത്തി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഹിസ്സെ ബോറല ശിലാലേഖം പരിശോധിച്ചാൽ അതിൽ ശകവർഷം 380 സപ്തർഷികൾ ഉത്തരം നക്ഷത്രത്തിലായിരുന്നു എന്നുള്ള ഒരു വാക്യം, ഒരു പ്രസ്താവന അതിലുണ്ട്. ഉത്തരാസു ഫാൽഗുനീഷു എന്ന് വെച്ചാൽ ഉത്തര നക്ഷത്രത്തിലാണ് ആ സമയത്ത് സപ്തർഷികൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം സപ്തർഷി ചാരത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് ഇത് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. അതായത് 100 വർഷമാണ് ഒരു നക്ഷത്രത്തിൽ സപ്തർഷി നക്ഷത്ര സമൂഹം കഴിയുക എന്നുള്ള ഒരു സങ്കല്പം അനുസരിച്ച് 100 വർഷങ്ങളെ ക്രമത്തിൽ അടുക്കി വെച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടന പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്നു. അതിന്നും കാശ്മീരിലും
അതുപോലെ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലും ഉണ്ട്. അവയ്ക്ക് ലൗകിക സമ്പത്ത് എന്നും അതുപോലെ സപ്തർഷി സംവത്സരം എന്നും പേരുണ്ട് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സപ്തർഷി സംവത്സരത്തിൻ്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് 380 ശകവർഷത്തിൽ ഉത്തര നക്ഷത്രത്തിലായിരുന്നു സപ്തർഷികൾ എന്നുള്ള ആ പ്രസ്താവന വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ AD 78 ശകവർഷം എന്നുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കണക്ക് ശരിയാവുകയില്ല. കാരണം സപ്തർഷികൾ മകൻ നക്ഷത്രത്തിൽ ഉണ്ടായിരുന്ന ഇവിടെ എപ്പോഴാണ്? ആസൻ മഖാസ് മുനയഃ ശാസതി പൃഥ്വീം യുധിഷ്ഠിരേ നൃപതൗ എന്നുള്ള വരാഹമിഹിരൻ്റെ ശ്ലോകം നമ്മൾ ഒന്ന് ഓർമ്മിക്കുക. യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിക്കുമ്പോൾ മകൻ നക്ഷത്രത്തിലായിരുന്നു സപ്തർഷികൾ എന്നാണ് വരാഹമിഹിരൻ പറയുന്നത്. അത് 4000 അതായത് BC 3176 മുതൽ BC 3076 വരെയുള്ള ആ 100 വർഷക്കാലമാണ്. അന്ന് മകത്തിലായിരുന്നെങ്കിൽ പിന്നീടുള്ള 100 വർഷം പൂരം, ഉത്രം, അത്തം ഇങ്ങനെ മാറി മാറി വന്നു. അങ്ങനെ 2700 വർഷം കഴിയുമ്പോൾ BC 476 BC 376 എന്നുള്ള ആ ഒരു 100 വർഷക്കാലത്ത് വീണ്ടും സപ്തർഷികൾ മകത്തിൽ വന്നു എന്നാണ് സങ്കല്പം. അതാണ് ആ സംവത്സരത്തിൻ്റെ ഗണനത്തിൻ്റെ രീതി. അങ്ങനെ അതിനുശേഷം BC 376 276 എന്ന് പറയുന്ന ആ ഒരു നൂറ്റാണ്ട് പൂര നക്ഷത്രത്തിലേക്ക് ആണ് സപ്തർഷികൾ വന്നത്. പിന്നെ അടുത്ത 100 വർഷം അതായത് BC 276 176 ഈ കാലഘട്ടത്തിലാണ് ഉത്തര നക്ഷത്രത്തിൽ സപ്തർഷികൾ വരേണ്ടത്. അപ്പോൾ ആ കാലഘട്ടം ശകവർഷം 380 ആണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ശകവർഷം 78 AD എന്ന് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൂട്ടുന്ന സമയത്ത് 380ഉം 78ഉം കൂട്ടുമ്പോൾ 458 AD എന്നാണ് കിട്ടുന്നത്. ആ 458 AD എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സപ്തർഷികൾ ഉത്തരത്തിലായിരുന്നില്ല, അനിഴ് നക്ഷത്രത്തിലായിരുന്നു എന്ന് നമുക്ക് കണക്ക് കൂട്ടിയാൽ വളരെ നമ്മുടെ മനക്കണക്കായിട്ട് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തിയത്. പക്ഷേ അതിന് കാരണം എന്തായിരുന്നു? അവർ കണക്ക് കൂട്ടിയ ശകവർഷത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് സംഭവിച്ചത്. വാസ്തവത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന 380 ശകവർഷം എന്ന് പറയുന്നത് BC 583 ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ വർഷം എവിടെ കിട്ടുന്നു? 583 നിന്ന് നമ്മൾ 380 കുറച്ച് കഴിഞ്ഞാൽ 203 BC എന്ന ആ വർഷം നമുക്ക് കിട്ടുന്നു. അപ്പോൾ BC 203 എന്തായിരുന്നു? സപ്തർഷികൾ എവിടെയായിരുന്നു? അത് ഉത്തര നക്ഷത്രത്തിലായിരുന്നു. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ്. ഇനി ഒരു 2-3 ഉദാഹരണങ്ങൾ ശ്രീ വേദവീർ ആര്യ എന്ന് പറയുന്ന ആ ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിൻ്റെ ക്രോണോളജി ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ പറഞ്ഞ കാര്യം. ആ ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ആധികാരികമായിട്ട് അദ്ദേഹം അതിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ 3 സംഭവങ്ങൾ വളരെ രസകരമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഹോയ്സല രാജാവിൻ്റെ, ബല്ലാല എന്ന് പറയുന്ന രാജാവിൻ്റെ ശിലാലേഖനം. അത് 1919 ശകവർഷം എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മല്ലികാർജുനയുടെ ശിലാലേഖനത്തിൻ്റെ ശകവർഷം 1975 എന്നാണ് കാണിച്ചിട്ടുള്ളത്. കർണാടകയിലെ ബേലൂർ താലൂക്കിലെ ബിട്ടരവല്ലി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ശിലാലേഖനം 2027 ശകവർഷം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ 3 ശിലാലേഖനങ്ങൾ വെച്ചുകൊണ്ട് അതിലെ ശകവർഷം വെച്ചുകൊണ്ട് നമ്മൾ ഈ AD 78 എന്നുള്ള ഈ ചരിത്രകാരന്മാരുടെ കണക്ക് വെച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുരാതന കാലത്ത് ഈ രാജാക്കന്മാർ എപ്പോൾ രാജ്യം ഭരിച്ചു എന്നാണ് മനസ്സിലാവുക. എന്ന് വെച്ചാൽ 1919 ശകവർഷത്തോട് 78 കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 1997 എന്ന് കിട്ടും AD. അതായത് ഒരു 23 വർഷങ്ങൾക്ക് മുമ്പാണ് ആ രാജാവ് രാജ്യം ഭരിച്ചത് എന്ന് കരുതേണ്ടി വരും. അതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. അപ്പോൾ ചരിത്രകാരന്മാർ അതിനെ മാറ്റിവെച്ചു. ഇത് യുക്തിക്ക് നിരക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുകയാണ് ചെയ്തത്. അതുപോലെ 2027 ശകവർഷം ബിട്ടരവല്ലിയിലെ ശിലാലേഖത്തിൽ പറഞ്ഞിരിക്കുന്ന ശകവർഷം 2027 അതിൻ്റെ കൂടെ 78 കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2105
അടുത്ത നൂറ്റാണ്ടിലാണ് ആ രാജാവ് രാജ്യം ഭരിച്ചത് എന്ന് പറയേണ്ടി വരും. അതും യുക്തിസഹമല്ല എന്ന് പറഞ്ഞ് ചരിത്രകാരന്മാരെ മാറ്റിവെച്ചു. അതുപോലെ 1975 ശകവർഷത്തിലാണ് മല്ലികാർജുനയുടെ കാലം. അതും 78 കൂട്ടുന്ന സമയത്ത് 2053 AD എന്നാണ് കിട്ടുക. ഈ 3 കാര്യങ്ങളും ചരിത്രകാരന്മാർ അതുകൊണ്ട് തന്നെ യുക്തിസഹമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ 3 സംഭവങ്ങളിൽ 3 കാലഘട്ടവും BC 583 ശകവർഷം ആരംഭം എന്നുള്ള കണക്കിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ശിലാലേഖം എഴുതപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് യഥാക്രമം ഹോയ്സല രാജാവിൻ്റെ കാലഘട്ടം അത് 1336 എന്ന് കിട്ടും. 583 1913 നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്, കാരണം BC ആയതുകൊണ്ട്. അതുപോലെ മല്ലികാർജുനയുടെ കാലം 1975 ശകവർഷത്തിൽ നിന്നും 583 BC കുറച്ച് കഴിഞ്ഞാൽ 1392 എന്ന് കിട്ടും AD. അതും വളരെ കൃത്യമാണ്. അതുപോലെ വിട്രവല്ലിയിലെ ശിലാലേഖം അത് 1444 AD എന്ന് കിട്ടും. അതും വളരെ കൃത്യമാണ്. അപ്പോൾ ചരിത്രകാരന്മാർക്ക് വന്നു പോയിട്ടുള്ള ഒരു ഏറ്റവും വലിയ മണ്ടത്തരം, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ടോ മറ്റോ ചില കാര്യങ്ങൾ നമ്മുടെ ചരിത്ര രേഖകളെ അവർ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവർ AD 78 ആണ് ശകാരംഭം എന്ന് ഫിക്സ് ചെയ്യുകയും 661 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ശകവർഷത്തെ അവർ പരിഗണിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ടുണ്ടായ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രമാദമാണ് ഇവിടെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ശകരാജാവിൻ്റെ അഭിഷേകകാലത്ത് ശകനൃപ രാജ്യാഭിഷേക സംവത്സരെ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 78 AD ശകവൃക്ഷത്തിന് ശകനൃപ കാലാതീത സംവത്സരെ എന്നും ഈ ശിലാലേഖങ്ങളിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടും സംസ്കൃതം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിയില്ലെന്ന് ഭാവിച്ചിട്ടോ ഈ ചരിത്രകാരന്മാർ മനഃപൂർവ്വമോ അല്ലാതെയോ ചരിത്രത്തെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ട്, വളച്ചു പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ 1-2 കാര്യങ്ങളിൽ വളരെ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ശ്രീ ബുദ്ധൻ്റെ ജനനമാണ്. ഏകദേശം 5-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ BC-യിലാണ് ബുദ്ധൻ അവതരിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ വാസ്തവത്തിൽ ശകവർഷത്തിൻ്റെ യഥാർത്ഥമായ തിയറി വച്ച് നോക്കുന്ന സമയത്ത് ബുദ്ധൻ്റെ ജനനം ഒരു 661 കൊല്ലം വീണ്ടും BC-യിൽ പുറകോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 1200 BC-യിലൊക്കെയാണ് ബുദ്ധൻ ജനിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ മഹാഭാരതത്തിൻ്റെ കാലഘട്ടവും. അതുപോലെ നിരവധി സംഭവങ്ങൾ അപ്പോൾ നമുക്ക് ചരിത്രത്തിൻ്റെ കുറേ കൂടി പുറകിലോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ പല ചരിത്രകാരന്മാർ ഇപ്പോൾ അൽ-ബറൂനി പ്രസിദ്ധനായിട്ടുള്ള ഇറാനി ചരിത്രകാരനാണ്, മുസ്ലിം ചരിത്രകാരനാണ് അബൂ റൈഹാൻ അൽ-ബറൂനി. അദ്ദേഹം ഭാരതം സന്ദർശിച്ചിട്ടുണ്ട്. ഏകദേശം 1078 AD-യിലാണ് 11-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഭാരതം സന്ദർശിച്ചത്. ഭാരതത്തിലെ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒക്കെ തന്നെ ഈ ബുദ്ധമതത്തിൻ്റെ കാലഘട്ടം സരതുഷ്ട്ര മതം, ഇറാനിൽ രൂപം കൊണ്ട സരതുഷ്ട്ര മതത്തിനേക്കാളും പഴക്കമുള്ളതാണ് ബുദ്ധമതം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ രേഖപ്പെടുത്തലുകൾ നമ്മുടെ ചരിത്രകാരന്മാർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അവർക്ക് ഭാരതത്തിൻ്റെ അതിപുരാതനമായിട്ടുള്ള വളരെ വൈഭവപൂർണമായിട്ടുള്ള ചരിത്രം അതൊരു ഇരുണ്ട കാലഘട്ടമാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ബുദ്ധന് മുമ്പ് ഭാരതത്തിന് സ്വന്തമായിട്ട് ഒരു ചരിത്രമേ ഇല്ല, പ്രാമാണികമായ ഒരു ചരിത്രം ഭാരതത്തിന് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധന് ശേഷമുള്ള ചരിത്രം മാത്രം പരിഗണിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. അതവരുടെ വളരെ, കാരണം അവരുടെ അതായത് യൂറോപ്യൻ സംസ്കാരത്തേക്കാൾ ഒട്ടും മെച്ചമല്ല ഭാരതീയ സംസ്കാരം, അതിന് പ്രാചീനമായ ഒരു വൈഭവകാലം ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു താല്പര്യം അത് അവരുടെ ഉണ്ടായിരുന്നു. മഹാഭാരതത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയ ഒരു ചരിത്രകാരനാണ്, ഒരു പണ്ഡിതനാണ് വിന്റർനിറ്റ്സ് എന്ന് പറയുന്ന പണ്ഡിതൻ. മഹാഭാരതത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമകളൊക്കെ വായിച്ചിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് മഹാഭാരതത്തെക്കുറിച്ച് എന്ത് പറയുന്നു നമ്മൾ ശ്രദ്ധിക്കുക. ഞാനത് ഇവിടെ ഉദ്ധരിക്കാം. But this date BC 3102
for the beginning of the Kali Yuga is based upon the artificial calculation of Indian astronomers, and the association of the Kaurava and Pandava is of course quite arbitrary. The political history of India commences with the Shishunaga kings Bimbisara and Ajatashatru of Magadha, who are known to us as the contemporaries of the Buddha. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബുദ്ധൻ്റെ സമകാലീനരായിട്ടുള്ള ശിശുനാഗൻ, ബിംബിസാരൻ, അജാതശത്രു എന്നിവരെ വേണമെങ്കിൽ അംഗീകരിക്കാം, ചരിത്ര പുരുഷന്മാരായിട്ട് അംഗീകരിക്കാം. അതിനു മുമ്പുള്ളതൊക്കെ തന്നെ കെട്ടുകഥകളാണ്, മിത്തോളജി മാത്രമാണ്. ഇവരെപ്പോലെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ബുദ്ധന് ശേഷം വന്നിട്ടുള്ള അദ്ദേഹം പറയുന്നു, വിത്ത് ദി ഗ്രേറ്റ് കിങ് ചന്ദ്രഗുപ്ത BC 321, the founder of Maurya dynasty, we step on to the firm historical ground in India. അതായത് BC 321 ബുദ്ധന് ശേഷമുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന മഹാനായ രാജാവ് തൊട്ട് വേണമെങ്കിൽ നമുക്ക് ചരിത്രം അത് നിശ്ചിതമായ ചരിത്രമായിട്ട് അതിനെ നമുക്ക് കണക്കിലെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മുമ്പുള്ളതൊന്നും ചരിത്രമല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശകവർഷത്തെ അവർ ഈ രീതിയിൽ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തരം ചരിത്രകാരന്മാരുടെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് മറ്റു ചില സത്യങ്ങൾ മനസ്സിലാകും. വിറ്റർനിറ്റ്സ് തന്നെ പറയുകയാണ്, there is no certain testimony for an epic Mahabharata before the 4th century BC. ഇപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ പോലും മഹാഭാരതം എന്ന ഇതിഹാസം ഉള്ളതായിട്ട് തെളിയിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 4-ാം നൂറ്റാണ്ടിനും ശേഷമാണ് മഹാഭാരതം എഴുതിയത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇത്തരം വാദങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ സുനിൽ ഇളയിടം പോലെയുള്ള ആളുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടപേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യരുടെ ഈ ചരിത്രം തന്നെയാണ് അദ്ദേഹം ഇവിടെ വീണ്ടും വീണ്ടും അതിൻ്റെ പുനരചനയുടെ രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മൗലികമായ ഒരു ചിന്തയും അതിൽ അദ്ദേഹം വെച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ. അപ്പോൾ പക്ഷേ ഇതേ തുടർന്ന് വിറ്റർനിറ്റ്സ് തുടർന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിൽ പറയുന്നു, ഇഫ് എൻ എപ്പിക് മഹാഭാരത ഓൾറെഡി എക്സിസ്റ്റഡ് ബിറ്റ്വീൻ 6th and 4th century BC, then it was but little known in the native land of Buddhism. ഇതാണ് വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു വാക്യം. അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ 6-ാം നൂറ്റാണ്ടിനും 4-ാം നൂറ്റാണ്ടിനും ഒക്കെ ഇടയിൽ മഹാഭാരതം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ബുദ്ധമതത്തിൻ്റെ സ്വന്തം നാട്ടിലെ ബുദ്ധമതം ഉദ്ഭവിച്ചതായ ആ പ്രദേശങ്ങളിലൊന്നും തന്നെ ആ മഹാഭാരതം അറിയപ്പെട്ടിരുന്നിട്ടുണ്ടായിരിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബുദ്ധമതത്തിൻ്റെ പ്രദേശങ്ങളിൽ ബുദ്ധൻ ജനിച്ചതും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധമതത്തിൻ്റെ പ്രാരംഭ ദശയിൽ എവിടെയൊക്കെ ബുദ്ധമതം ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ മഹാഭാരതത്തിൻ്റെ പ്രചാരം ഇല്ല എന്നുള്ള കണ്ടെത്തലിൽ നിന്നാണ് അദ്ദേഹം മഹാഭാരതം 6-ാം നൂറ്റാണ്ടിനിപ്പുറം അല്ല എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ട് വരെ മഹാഭാരതം ഉണ്ടായിരുന്നില്ല, 4-ാം നൂറ്റാണ്ട് വരെയും മഹാഭാരതം ഉണ്ടായിരുന്നില്ല എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാശ്ചാത്യ ചരിത്രകാരന്മാരുടെ പൊള്ളത്തരം കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇപ്പോൾ വളരെ സത്യസന്ധരായിട്ടുള്ള നിരവധി ഗവേഷകന്മാർ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ട് പാശ്ചാത്യ ചരിത്രകാരന്മാരുടെയും അതുപോലെ അതിൻ്റെ ചുവടെ പിടിച്ച് ഗവേഷണം നടത്തിയ ഭാരതീയരായിട്ടുള്ള നിരവധി ഈ പാശ്ചാത്യ ആഭിമുഖ്യമുള്ള ചരിത്രകാരന്മാരുടെ ചരിത്രവും പൊള്ളയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ അത്തരം ഗ്രന്ഥങ്ങൾ വായിക്കുക, പഠിക്കുക, അതുപോലെ നമ്മളും നമ്മുടെ രീതിയിലുള്ള ഗവേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ അയനാംശം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ അച്ചുതണ്ട്, ഭൂമി കറങ്ങുന്നതോടൊപ്പം തന്നെ ഭൂമിയുടെ അച്ചുതണ്ട് നിശ്ചിതമായൊരു ഡിഗ്രിയിൽ ഇങ്ങനെ വളരെ ചരിഞ്ഞിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനൊരു പ്രതിഭാസമുണ്ട്. അത് നമ്മുടെ വൈദിക കാലം തൊട്ട് തന്നെ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലുണ്ടായിരുന്നു. ആധുനിക ആസ്ട്രോണമേഴ്സും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഈ
ചെരിഞ്ഞുള്ള ഈ ഒരു കറക്കം, അത് ഒരു കറക്കം പൂർത്തിയാക്കുന്നത് വാസ്തവത്തിൽ 25,772 വർഷം കൊണ്ടാണ്. അതിനാണ് അയനം എന്ന് പറയുന്നത്. ഈ അച്ചുതണ്ടിൻ്റെ ഈ ഒരു രീതിയിലുള്ള കറക്കം കൊണ്ടാണ് ഉത്തരായനവും ദക്ഷിണായനവും നമുക്ക് അനുഭവപ്പെടുന്നത്. ചൂടും തണുപ്പൊക്കെ മാറി മാറി വരുന്നു. മകരം തൊട്ട് ഉത്തരായനവും കർക്കിടകം തൊട്ട് ദക്ഷിണായനമൊക്കെ തുടങ്ങുന്നു. നമ്മൾ പണ്ട് കാലത്ത് തന്നെ നമ്മുടെ സങ്കല്പമുണ്ട്. മഹാഭാരതത്തിൽ ഉത്തരായണ കാലം വരുമ്പോഴാണ് ഭീഷ്മർ മരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്, സ്വച്ഛന്തമൂർത്തിയുമായിട്ടുള്ള ഭീഷ്മർ. അതിൻ്റെയൊക്കെ കാലഗണന ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വൈദിക കാലത്ത് വേദത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നതും എന്നാൽ ഋഗ്വേദം മുതലായിട്ടുള്ള വേദങ്ങൾ രചിച്ച് അനേകം വർഷങ്ങൾക്ക് ശേഷം രചിച്ചതുമായ ബ്രാഹ്മണങ്ങൾ, അതിൽ ഒരു ബ്രാഹ്മണമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഹ്മണ ഗ്രന്ഥമാണ് ശതപഥ ബ്രാഹ്മണം. ആ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ അയനാംശത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഞാനൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ വിഷു ആചരിക്കുന്നുണ്ട്, മേടം 1 വിഷു ആചരിക്കുന്നു, ഏകദേശം ഏപ്രിൽ 14. പക്ഷേ ഈ അയനാംശത്തിൻ്റെ വ്യത്യാസം കൊണ്ട് വാസ്തവത്തിൽ വിഷു എപ്പോഴാണ് ആഘോഷിക്കേണ്ടിയിരുന്നത് എന്ന് വെച്ചാൽ മീനം 6 ആണ്. കാരണം രാവും പകലും ഒരുപോലെ വരുന്ന ദിവസമാണ് വിഷു. 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും വരുന്ന ദിവസത്തെയാണ് നമ്മൾ വിഷുവം അല്ലെങ്കിൽ വിഷു എന്ന് വിളിക്കുന്നത്. അത് ഏതോ കാലത്ത് ഒരു 1730 വർഷം മുമ്പ് ഈ വിഷു മേടം 1 അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രാരംഭത്തിലായിരുന്നു. പക്ഷേ ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് ഇങ്ങനെ മാറി വരുന്ന സമയത്ത് ഈ അയനാംശം മാറി ഇപ്പോൾ 24 ഡിഗ്രി 8 മിനിറ്റ് ആണ് അയനാംശം എന്ന് നമുക്ക് മാതൃഭൂമി പഞ്ചാംഗത്തിലൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ 24 ഡിഗ്രി എന്ന് പറയുമ്പോൾ സൂര്യനെ സംബന്ധിച്ച് 24 ദിവസം മുമ്പേ തന്നെ വിഷു വന്നു കഴിഞ്ഞു. മീനം 6 വിഷു വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ പഴയ 1700 വർഷം മുമ്പുള്ള ആ ഒരു പാരമ്പര്യം അനുസരിച്ച് മേടം 1 തന്നെയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നതും കണി കാണുന്നതും ഒക്കെ തന്നെ. ഇതാണ് ഇതിൻ്റെ സത്യം. അതുപോലെ വീണ്ടും നമ്മൾ കുറേ കാലം ഒരു പുറകോട്ട് പോയി കഴിഞ്ഞാൽ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതേ ഇക്വിനോക്സ് എന്ന് പറയുന്ന ആ 0 ഡിഗ്രി മേടൻ രാശിയിൽ നിന്ന് മാറിയിട്ട് എവിടെയായിരുന്നു? കാർത്തിക നക്ഷത്രത്തിലായിരുന്നു എന്ന് അതിൽ പ്രസ്താവനയുണ്ട്. അപ്പോൾ ഒരു നക്ഷത്രം പിന്നിടാൻ, അയനാംശം ഒരു നക്ഷത്രം പിന്നിടാൻ വേണ്ടി എടുക്കുന്ന കാലഘട്ടത്തെയാണെന്ന് വെച്ചാൽ 954 വർഷമാണ്. നേരത്തെ പറഞ്ഞ ഒരു റൊട്ടേഷന് വേണ്ടിയിട്ട് 25,772 വർഷമാണ് എടുക്കുന്നത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 1 ഡിഗ്രിക്ക് എത്ര വേണമെന്ന് മനസ്സിലാകും. 360 ഡിഗ്രിക്ക് ഇത്രയും വർഷമാണെങ്കിൽ 1 ഡിഗ്രിക്ക് 71.6 വർഷമാണ് എടുക്കുക. അതുപോലെ ഒരു നക്ഷത്രം പിന്നിടാൻ 954.49 വർഷമാണ് എടുക്കുക. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ എപ്പോഴായിരുന്നു? അത് ഏകദേശം ഞാൻ പറഞ്ഞ 1700 ചില്ലാനും വർഷം മുമ്പായിരുന്നു അശ്വതി നക്ഷത്രത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ അവിടുന്ന് വീണ്ടും നമ്മൾ അശ്വതി ഭരണി കഴിഞ്ഞ് കാർത്തിക നക്ഷത്രത്തിൽ ചെല്ലുന്ന സമയത്ത് 2563 BC-യിലാണ് അത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം അയനാംശം വന്നിട്ടുണ്ടായിരിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആരംഭത്തിൽ വന്നത് വീണ്ടും 954 വർഷം പുറകോട്ട് പോകുമ്പോഴാണ്. അതായത് 2563 വർഷം മുമ്പാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് 1609 പറയുമ്പോൾ അത് പിശക് പറ്റിയതാണ്. ഈ ഗണിതം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഗണിതം ചെയ്തിട്ട് അയനാംശത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ശതപഥ ബ്രാഹ്മണം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതപ്പെട്ടത് 2563 BC-യിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ്, 2500 BC-യിലാണ് എന്ന് ഇത് ഞാൻ പറഞ്ഞ അഭിപ്രായമല്ല. മഹാപണ്ഡിതനായ ജ്യോതിശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ശങ്കര ബാലകൃഷ്ണ ദീക്ഷിതർ എന്ന് പറയുന്ന പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് ലോകമന്യ ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിൻ്റെ ഗീതാരഹസ്യത്തിൽ ഭഗവത്ഗീതയുടെ കാലഗണന ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചൊരു കാര്യമാണ്. തിലകൻ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം പാണ്ഡിത്യമുള്ള ആളാണ്, ജ്യോതിശാസ്ത്ര പാരംഗതനാണ്, വേദശാസ്ത്ര പാരംഗതനാണ്. അദ്ദേഹം തെളിവ് സഹിതം പ്രമാണസഹിതം പ്രത്യേകിച്ച് ഈ ശങ്കര ബാലകൃഷ്ണൻ SB ദീക്ഷിതർ എന്ന് പറയുന്ന അക്കാലത്തെ പേരുകെട്ട ആ പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ടാണ് തിലകൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രാഹ്മണത്തിൻ്റെ ഈ കാലഘട്ടം, ബ്രാഹ്മണ ഗ്രന്ഥത്തിൻ്റെ ഈ കാലഘട്ടം 2500 BC ആണെങ്കിൽ ഋഗ്വേദം പോലുള്ള വേദങ്ങളുടെ കാലഘട്ടം അവിടുന്ന് വീണ്ടും 2000 വർഷം മുമ്പേ ആയിരുന്നു. അത് 4500 BC-യിലായിരുന്നു എന്നാണ് തിലകൻ്റെ കണ്ടെത്തൽ. ഇത്തരം കാര്യങ്ങളൊക്കെ കാരണം
ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം, പാശ്ചാത്യ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തെറ്റായ ഈ ബുദ്ധൻ്റെ കാലത്തെ പരിഗണിച്ചതുപോലെ തന്നെ അവരുടെ വേറൊരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ടായിരുന്നു. അത് ആര്യൻ ആക്രമണം അല്ലെങ്കിൽ ആര്യൻ ഇൻവേഷൻ, ആര്യൻ കുടിയേറ്റ കാലമായിരുന്നു. അത് 1500 BC എന്ന് അവർ മുമ്പേ തന്നെ ഉറപ്പിച്ചു വെച്ചതാണ്. അതവർക്ക് പിന്നെ മാറ്റാൻ സാധ്യമല്ല. ഇപ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ വേദങ്ങൾ ഉണ്ടായിരുന്നില്ല, മഹാഭാരതം ഉണ്ടായിരുന്നില്ല, നമുക്ക് ചരിത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ ആ ആര്യൻ കുടിയേറ്റ വാദത്തെ എല്ലാ കാലവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്കിടയിൽ ഒരു വിഘടനം ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഈ പറഞ്ഞ 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ BC 1500 വർഷത്തിന് മുമ്പ് ഇവിടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ബ്രാഹ്മണങ്ങളും പുരാണങ്ങളും ഉണ്ടായിരുന്നു എന്ന് അവർ സമ്മതിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ടാണ് അവർ അത്തരം മഹത് ഗ്രന്ഥങ്ങളുടെയൊക്കെ തന്നെ കാലഘട്ടം അതൊക്കെ AD അല്ലെങ്കിൽ ഈ ബുദ്ധന് ശേഷമാണ് മഹാഭാരതം രചിച്ചത് എന്നുള്ള ഒരു വളരെ തെറ്റായിട്ടുള്ള പൊള്ളയായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അത്തരം പ്രസ്ഥാനങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചില നിരൂപകന്മാരും സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളുകളൊക്കെ തന്നെ മഹാഭാരതം BC 300 എഴുതപ്പെട്ടതാണ്, ഭഗവത്ഗീത നാലാം നൂറ്റാണ്ട് AD 4-ാം നൂറ്റാണ്ടിൽ പിന്നീട് എഴുതി ചേർത്തതാണ് എന്നൊക്കെയുള്ള അസംബന്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ബുദ്ധമതവും അതുപോലെ ഹിന്ദുധർമ്മവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? വാസ്തവത്തിൽ ബുദ്ധധർമ്മം ഹിന്ദുധർമ്മത്തിനെതിരായിട്ട് അല്ലെങ്കിൽ വൈദിക ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ധർമ്മമാണോ? ഇവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ബുദ്ധധർമ്മം എന്ന് വെച്ചാൽ ഈ വൈദിക ധർമ്മത്തിലെ ചാതുർവർണ്ണത്തെയും ബ്രാഹ്മണരുടെ മേധാവിത്വത്തെയും ജാതീയതയും ഒക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മതമാണ് ബുദ്ധമതം എന്നുള്ള പ്രസ്താവനയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ബുദ്ധമത ഗ്രന്ഥങ്ങളെ സാക്ഷാൽ ശ്രീ ബുദ്ധ ഭഗവാന്റെ തന്നെ ധർമ്മപദം അതുപോലെ ത്രിപിടകം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും അതുപോലെ മറ്റ് നിരവധി ബൗദ്ധ ധർമ്മ ഗ്രന്ഥങ്ങളെ നമുക്ക് പരിശോധിച്ചുകൊണ്ടും ഈ വാദത്തിൻ്റെയും മുന ഒടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. വെറുതെ വാദിച്ച് ജയിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല, കൃത്യമായിട്ട് തന്നെ ഇവരുടെ ഈ നിഗമനങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ സാങ്കൃത്യായനെ പോലുള്ള ആളുകളൊക്കെയാണ്, ഇടതുപക്ഷ ചരിത്രകാരനായിട്ടുള്ള രാഹുൽ സാങ്കൃത്യായനാണ് ഈ ത്രിപിടകം ഹിന്ദിയിൽ തർജ്ജമ ചെയ്തിട്ടൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രന്ഥം നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്താണ് ത്രിപിടകത്തിൽ, എങ്ങനെയാണ് ബുദ്ധ ഭഗവാൻ എന്താണ് ബ്രാഹ്മണരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ചാതുർവർണ്ണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അടുത്ത പ്രഭാഷണത്തിൽ ആ ഒരു കാര്യം നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നമുക്ക് മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കാം. ഈ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അതുപോലെയുള്ള മറ്റ് സംശയങ്ങൾ, ചോദ്യങ്ങൾ ഈ പ്രഭാഷണത്തിൻ്റെ ഈ യൂട്യൂബ് പരമ്പരയുടെ ഈ അഭിപ്രായം പറയാനുള്ള കോളത്തെ രേഖപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ നേരിട്ടായാലും സുഹൃത്തുക്കൾ അത് അറിയിക്കണം. അതിലൂടെ ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ചില സത്യത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ നമ്മൾ നിരവധി ധാരാളം ആളുകളെ അറിയിക്കുകയും ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.